ഹായ് ഓൾ, ഇന്ന് നമ്മൾ സാരിയിൽ നിന്നാണ് ഒരു ചുരിദാർ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെക്കോട്ടയുടെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ലൈനിങ് തുണിയിൽ നിന്നാണ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ കൂടുതലും ഈ നെക്കോട്ടയൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ലൈനിങ് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് 2 മീറ്റർ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൈക്കും കൂടെ ഇടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. വണ്ണം കുറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 മീറ്റർ ടോട്ടൽ ലൈനിങ് എടുത്താൽ മതി. കുറച്ച് വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിനും കൂടെ എക്സ്ട്രാ ഒരു 2.25 2.5 എടുക്കാം ടോട്ടൽ. അപ്പോൾ ഞാനിവിടെ ആകെ 2 മീറ്ററിൽ എടുത്തിട്ടുള്ളൂ. അതിൽ വെച്ച് തന്നെ സ്ലീവും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ലൈനിങ്ങിൽ നമ്മൾ അളവെടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത്താണ്. എത്ര ലെങ്ത്താണ് അതിൻ്റെ ഇറക്കം, ആ ചുരിദാറിൻ്റെ ആ ടോപ്പിൻ്റെ ഇറക്കം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുക. അപ്പോൾ ആദ്യം അത് മെഷർ ചെയ്യുക. ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ലൈനിങ്ങിൽ തന്നെ മെഷർ ചെയ്യുക. ലൈനിങ്ങിൽ ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ അതായത് ടോപ്പിൻ്റെ സാധാരണ ഇറക്കത്തേക്കാളും ഒരു 2 ഇഞ്ചൊക്കെ മുകളിൽ നിന്നാൽ മതി ലൈനിങ്. നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചും കൂടെ മുകളിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ലൈനിങ്ങിൻ്റെ ആ സെയിം ഇറക്കത്തിൽ തന്നെ എന്തായാലും ചെയ്യില്ലല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഇറക്കം എടുക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ഇറക്കം കൂട്ടിയെടുത്താൽ മതി. അതായത് ഞാനിപ്പോൾ മെയിൻ ക്ലോത്ത് ഒരു 38 40 ഇറക്കം, അല്ലെങ്കിൽ 38 ഇറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 36 അല്ലെങ്കിൽ 35 എടുത്താൽ മതി ലൈനിങ്ങിന്. അതിനനുസരിച്ചിട്ട് ബാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ നെറ്റ് കോട്ടയും കൂടെ ആയതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഫുള്ള് ലൈനിങ് വേണമെങ്കിൽ വെക്കാം. കാരണം നെറ്റിൻ്റെ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് ഫുള്ളായിട്ട് ലൈനിങ് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ള് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ 38 ആണെങ്കിൽ 38 തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നോർമൽ നെറ്റിൻ്റെ അല്ലാത്ത നെറ്റ് കോട്ടയൊന്നും അല്ല, നമ്മൾ അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ലാത്തതാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് കയറ്റി എടുത്താൽ മതി ലൈനിങ് തുണിയുടെ ആ ഒരു ഇറക്കം. ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരേ സെയിം ഇറക്കം എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെയുള്ള ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് ആം ഹോളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ ഏകദേശം ഒരു 5.5 6 ഒക്കെ മതിയാവും. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരാളുകളുടെയും ആം ഹോള് നമ്മൾ ഇത്ര കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളൊരു മെഷർമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അത് അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ്റെ മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആം ഹോൾ 5.5 എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ വിട്ടിട്ട് തയ്യൽത്തുമ്പും കൂടെ വിട്ടിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് നേരെ വരയ്ക്കുവാണ് ഇതുപോലെ. ഇനി ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് ഒരു ഇഞ്ച് എടുത്താൽ മതി. അത് വെച്ചിട്ട് നമുക്ക് മേളിലെ ആം ഹോളിൽ നിന്ന് എടുക്കുന്ന ആ മേളിലെ ആം ഹോളിൻ്റെ അളവിൽ നിന്ന് ഹാഫ് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് വരച്ചെടുക്കുന്ന ലൈനിൻ്റെ ഹാഫ് എടുത്തിട്ട് അവിടെ നിന്നും ആ പോയിന്റിൽ നിന്നുമാണ് കർവ് വരയ്ക്കേണ്ടത്. ആം ഹോൾ കർവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് 36 ആണെങ്കിൽ നമുക്ക് 9 എടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ 9, അതിൻ്റെ കൂടെ തന്നെ 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് സീം അലവൻസ് എടുക്കാം. ഇവിടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് താഴെയായിട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് വേസ്റ്റ് റൗണ്ട്. ചെസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ അളവെടുത്തിരിക്കുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ കുറച്ച് താഴത്തായിട്ട് ഞാനിവിടെ കാണിക്കുന്ന രീതിയിൽ വേസ്റ്റ് റൗണ്ട് നമ്മൾ അളന്നെടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് വരുന്നത് ഏകദേശം ബോഡിയിൽ നിന്നൊക്കെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതിൽ നമ്മുടെ വയറിൻ്റെ ആ ഭാഗമാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അവിടെ ഇതുപോലെ എത്രയാണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ എടുത്ത് അതിൻ്റെ കൂടെ തന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ അത് കൂട്ടി വരയ്ക്കാനായിട്ട്. ഇനി ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോഴാണെങ്കിലും അതുപോലെ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോഴാണെങ്കിലും ഹിപ്പിൻ്റെ ആ ഭാഗത്തു നിന്ന് നമുക്ക് ഹിപ്പ് റൗണ്ട് മെഷർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടോപ്പിൽ നിന്ന് എത്ര വരുന്നോ, അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. അതൊരു 19 to ഒരു 21 വരെയൊക്കെ ചെയ്യാം. നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് സ്ലിറ്റിൻ്റെ അവിടം വരെ മെഷർ ചെയ്തിട്ട് ആ ഒരളവാണെങ്കിലും സ്ലിറ്റ് ലെങ്ത്തായിട്ട് നമുക്കിവിടെ എടുക്കാം. ആ എടുക്കുന്ന സ്ഥലത്താണ് ഞാനൊരു ചെറിയതായിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നത്. ആ ഒരു ഭാഗത്താണ് സ്ലിറ്റ് വരുന്നത്.
ഇനി നമ്മുടെ 3 മെഷർമെൻറ്റും, അതായത് ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും, ഈ 3 മെഷർമെൻറ്റും കൂടെ ചേർത്ത് കൂട്ടി വരയ്ക്കുകയാണ് നമ്മൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ സീം അലവൻസ് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗവും ഇതേപോലെ തന്നെ ചേർത്തിട്ട് നമ്മൾ ആ സ്ലിറ്റ് ലെങ്ത് ഇട്ടേക്കണം ആ ഒരു അവിടെ കൊണ്ടുപോയിട്ട് എൻഡ് ചെയ്യുക. പിന്നെ താഴത്തുനിന്ന് നമ്മൾ വിരിവെടുക്കണം. ആ ഒരു നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുനിന്ന് എത്ര വിരിവ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു വിരിവൊക്കെ എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ലിറ്റിൻ്റെ ആ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് വരയ്ക്കുമ്പോഴേക്കും ആദ്യം നമ്മൾ വിരിവ് എത്രയാണോ അത് മെഷർ ചെയ്തിട്ട്, അതായത് നമ്മൾ അളവ് ചുരിദാറിൽ നിന്നാണെങ്കിലും അളവ് ചുരിദാറിൽ നിന്നാണ് വിരിവ് കുറച്ചും കൂടി എടുക്കാനായിട്ട് എളുപ്പം എനിക്ക് തോന്നുന്നു. അങ്ങനെ എടുത്തതിന് ശേഷം അത് മെഷർ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലിറ്റിൻ്റെ ആ സ്ലിറ്റ് ലെങ്ത് തുടങ്ങുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മളവിടെ മാർക്ക് ചെയ്തേക്കണ ആ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മുടെ വിരിവ് വന്നേക്കണ ആ താഴത്തെ ആ ഭാഗം അവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഒരു ഇഞ്ചൊക്കെ അവിടെ ഒരു സീം അലവൻസ് തയ്യൽ തുമ്പായിട്ട് വിട്ട് വെക്കണം. കാരണം നമുക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, സ്ലിറ്റ് മടക്കി അടിക്കാനുള്ളൊരു ഗ്യാപ്പ് അത്രയും തയ്യൽ തുമ്പ് അവിടെ വിട്ടിട്ടുണ്ടാവണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ലൈനിങ്ങിലാണല്ലോ ചെയ്തത്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ അളവെടുത്ത അത്രയും ഭാഗം ക്ലിയറായിട്ട് വെട്ടിയെടുക്കാവുന്നതാണ്. വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ മാത്രം ലൈനിങ്ങിൽ ഫ്രണ്ടിലത്തെ മാത്രം പീസ് എടുത്തിട്ട് കൈയുടെ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. അത് സെപ്പറേറ്റ്, ഈ 2 പീസ് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ആ ഒരു ആം ഹോളിൻ്റെ അവിടെ കുറച്ച് കുഴിച്ച് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷേപ്പിൽ ഇരിക്കും. അതുകൂടി വെട്ടിയെടുത്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒറിജിനൽ ക്ലോത്തിലേക്ക്, അതായത് നമ്മുടെ ചുരിദാറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു അളവെല്ലാം വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതും അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോയും നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ ഉറപ്പായിട്ടും അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ കൂടി കാണാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണേ.